നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ അഭിപ്രായത്തിൽ മനുഷ്യനെ ഇളക്കാൻ രണ്ട് വഴികളാണ് ഉള്ളത്. ഒന്ന് ഭീതിയും മറ്റൊന്ന് താൽപര്യവും. 95% പേരെയും ഭയപ്പെടുത്തിയോ കൊതിപ്പിച്ചോ അനുസരിപ്പിക്കാൻ സാധിക്കും. ഈ സിദ്ധാന്തത്തിന്റെ പ്രയുക്താക്കളാണ് ഇന്നത്തെ ജ്യോതിഷികൾ. ഭാവിയിൽ വരാനിരിക്കുന്ന അപകടങ്ങളെ മുൻകൂട്ടി പ്രവചിച്ച് നമ്മളെ ഭയപ്പെടുത്തിയും വരാനിരിക്കുന്ന നേട്ടങ്ങളെ കൊതിപ്പിച്ചു കാണിച്ചും നമ്മളെ അവർ അനുസരിപ്പിക്കുന്നു. അത്തരത്തിൽ യന്ത്ര തന്ത്ര മന്ത്ര കുരുക്കിൽ നമ്മളെ പെടുത്തി ധനം ആകർഷിച്ചെടുക്കുന്നു. ജ്യോത്സ്യവും ജ്യോതിശാസ്ത്രവും തീർത്തും രണ്ടാണ്, ഒന്നല്ല. ഒന്ന് എന്ന തെറ്റിദ്ധാരണ സാധാരണഗതിയിൽ ഉണ്ടാകാറുണ്ട്. ഇത് രണ്ടാണോ? അറിയണമെന്ന് താല്പര്യമുണ്ടോ? തീർച്ചയായിട്ടും നിങ്ങൾ വായിക്കേണ്ട പുസ്തകമാണ് പകിട 13. ഗ്രന്ഥകർത്താവ് സി രവിചന്ദ്രൻ, യൂണിവേഴ്സിറ്റി കോളേജ് ഇംഗ്ലീഷ് വിഭാഗം പ്രൊഫസർ. പ്രസിദ്ധീകരിച്ചത് DC ബുക്സ്. ഇപ്പോൾ ഒരാൾ പറയാണ്, കൈ കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാം വീടിൻ്റെ നിങ്ങളുടെ വീട് എങ്ങനെയാണ് നിൽക്കുന്നതെന്ന് പറയാം. കൈ കാണിക്കുമ്പോൾ ഉടനെ പറയുന്നു നിങ്ങളുടെ വീട് കിഴക്ക് പടിഞ്ഞാറാണ് നിൽക്കുന്നത്. രണ്ട് രീതിയിൽ നിൽക്കും. ആൾ നിൽക്കും, എങ്ങനെ ശരിയാണല്ലോ, കിഴക്ക് പടിഞ്ഞാറാണ് വീട് നിൽക്കുന്നത്, എങ്ങനെ കണ്ടെത്തി? ഇപ്പം ആളുകൾ ചിന്തിക്കുന്നില്ല കിഴക്ക് പടിഞ്ഞാറോ തെക്ക് വടക്കോ രണ്ട് രീതിയിലെ വീടിന് നിൽക്കാൻ പറ്റും. കിഴക്ക് പടിഞ്ഞാറെന്ന് പറയുമ്പോൾ 50% സാധ്യതയായി. ഇതൊന്നും ആളുകൾ ചിന്തിക്കുന്നില്ല. എന്നിട്ട് പറയും നിങ്ങളുടെ വീട്ടിൽ 9 മുറിയുണ്ട്. 9 മുറിയുണ്ടെന്ന് പറയുമ്പോൾ അവർ ഇല്ല 6 മുറിയേ ഉള്ളൂ. 6 മുറിയേ ഉള്ളൂ. പിന്നെ സിറ്റൗട്ടില്ല. സിറ്റൗട്ടുണ്ട്. പേടായില്ലേ? പിന്നെ അടുക്കളയിൽ വർക്കേരിയില്ലേ? ചെറുതായിട്ട് 8ആയില്ലേ? പിന്നെ ഇതിനകത്ത് പാസേജ് ഉണ്ടോ? നടക്കൂടെ? ഉണ്ട്. അപ്പോൾ 9ആയില്ലേ? അന്നേരം നമ്മൾ പറയാണ് അത് പാസേജ് 1 അല്ല 2 ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ അബദ്ധത്തിലാവും. അപ്പോൾ ഇങ്ങനെ ഇവർ എങ്ങനെ രീതിയിൽ നമുക്കത് അതിൻ്റെ വിരുദ്ധമായിട്ടുള്ള പ്രസ്താവന എല്ലാ രീതിയിലായിരിക്കും ഉള്ള പ്രസ്താവന നടക്കാൻ സാധ്യതയുള്ള, കുറച്ച് നടക്കാൻ സാധ്യതയുള്ള എല്ലാ രീതിയിലും വെച്ചുകൊണ്ടാണ് ഈ മഴവിൽ കുതന്ത്രം വരുന്നത്. ഞാനൊരു ചെറിയൊരു അനുഭവം വെച്ചുകൊണ്ട് പറയാം. അത് ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ളതാണ്. ഒരു തിരുവനന്തപുരത്തൊരു ഓഫീസിൽ വയനാട്ടിൽ നിന്നൊരു UD ക്ലാർക്ക് വരികയാണ്. ട്രാൻസ്ഫറായിട്ട് അയാൾക്ക് പ്രൊമോഷൻ കിട്ടി, ട്രാൻസ്ഫറായിട്ട് UD ക്ലാർക്കായിട്ട് വരികയാണ്. ഇയാൾ വന്ന് ജോയിൻ ചെയ്ത് അന്ന് തന്നെ സൂപ്രണ്ടിനെ പരിചയപ്പെട്ടു. സൂപ്രണ്ട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് ഇയാളോട് പറഞ്ഞു, മോഹൻ എന്നാണ് പേര്. മോഹനാണെങ്കിലും പുള്ളി ക്രിസ്ത്യാനിയാണ്. മോഹൻ എന്നാണ് പേര്. മോഹനൻ വർഗീസ് എന്ന് അങ്ങനെ എന്താണ് ഇയാളുടെ പേര്. 10-30 വയസ്സുണ്ട്. അപ്പോൾ ഇയാളൊക്കെ പറഞ്ഞു നീ ഉച്ചയ്ക്ക് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഊണ് കഴിക്കുന്ന സമയത്ത് സൂപ്രണ്ട് എടുത്ത് ചെന്നപ്പോൾ പറഞ്ഞു നിന്റെ നാളെ ഏതാണെന്ന് ചോദിച്ചു. അന്നേരം ഇയാൾ പറഞ്ഞു സാറേ എനിക്കിതിനകത്തൊന്നും താല്പര്യമില്ല, ഐ ഹാവ് നോ ഇൻട്രസ്റ്റ്. എന്നാലും നീ പറയടേ. അത് പറഞ്ഞു സാറേ എന്നെ വിട്ടേ, വേറെ നമുക്കതിൽ സംസാരിക്കാം. എന്നാലും ഈ സൂപ്രണ്ട് പറഞ്ഞു എന്നാ ഒരു കാര്യം ചെയ്യും, നീ എൻ്റെ കൈയൊന്ന് കാണിക്കുന്നു. സാറേ ഇതല്ലാതെ സാറിനൊന്നും പറയാനില്ലേ? നീ കൈയൊന്ന് കാണിക്കടാ. കൈ കാണിച്ചപ്പോൾ ഈ സൂപ്രണ്ട് കൈ നോക്കിയിട്ട് ആദ്യം പറയാണ് എന്താ ഉപേ നീ പറഞ്ഞത് നിനക്ക് ഒരു പെൺകുട്ടിയാണുള്ളതെന്നാണ് രാവിലെ പറഞ്ഞത്. മറ്റേ കുട്ടി എവിടെ പോയി? ഇതാണ് ഇയാൾ ചോദിച്ചത്. ഈ കൈരേഖ നോക്കിയാണ് പറഞ്ഞത്. ഈ UD ക്ലാർക്ക് ആയ അപ്സെറ്റായി. അയാൾ ചോദിച്ചു സാർ എന്താ ചോദിച്ചേ? ഞാൻ എത്ര ചോദിച്ചോളാം, മറ്റേ കുട്ടി എവിടെ പോയെന്നാണ് ചോദിച്ചത്. ഷെഫനങ്ങ് വല്ലാതെ വിതുമ്പാനും അപ്സെറ്റായി, വല്ലാതെ വൈകാരികമായിട്ട്. ഞാൻ ചോദിച്ചു സാറേ എനിക്ക് ഇതിനകത്തൊന്നും യാതൊരു വിശ്വാസവും ഇല്ല. കാര്യം വെച്ചാൽ എനിക്ക് വിശ്വസിക്കാൻ വിധിക്കപ്പെട്ട കാര്യങ്ങളിൽ ജ്യോതിഷം ഉൾപ്പെടുന്നില്ല. കാര്യം ഞാനൊരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് എനിക്ക് ആദ്യം കിട്ടിയ പാക്കേജിൽ ഇത് വരുന്നില്ല. ഇത് വന്നിരുന്നെങ്കിൽ ഞാൻ ഇതും വളരെ അന്തസ്സായി വിശ്വസിക്കുമായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ ഇപ്പൊ സാറ് പറഞ്ഞ കാര്യം എനിക്കും എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ ഭാര്യയുടെ അച്ഛനും അമ്മയ്ക്കും മാത്രം അറിയാവുന്ന ഒരു കാര്യം ഈ പ്രപഞ്ചത്തിൽ. സാറിനെ ആദ്യമായിട്ട് കാണുകയാണ്. ഞാൻ വയനാട്ടിൽ നിന്ന് വരുന്നു, സാറ് തിരുവനന്തപുരത്തുകാരൻ. എങ്ങനെ സാറിനത് സാധിച്ചു എന്ന് എനിക്കറിയില്ല. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. സാർ ഒരു വലിയ എന്താണ് വിദ്യ എന്ന് എനിക്കറിയില്ല. പക്ഷെ സാർ പറഞ്ഞത് കറക്റ്റായ കാര്യമാണ്. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് കണ്ണുനീരുമായിട്ടും പറയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ എന്താണ് ഇവിടെ ഉദ്ദേശിച്ചത്? പിന്നെ സംസാരിക്കുകയാണ്. ഹീസ് ലീക്കിംഗ് വിത്ത് ഇൻഫർമേഷൻ. എങ്ങനെയാണ് എപ്പോഴും ഒരു വിശ്വാസി ഒരു ആദ്യത്തെ പ്രതിരോധമൊക്കെ ഉള്ളൂ. പിന്നെ അവനിങ്ങനെ വസ്തുതകൾ അവനിങ്ങനെ സ്വയം ജ്യോതിഷിക്ക് ഇങ്ങനെ സമ്മാനിച്ചുകൊണ്ടിരിക്കും. ലീക്കിംഗ് ഇൻഫർമേഷൻ എന്നാണ് പറയുന്നത്. അതൊക്കെ ഞാനത് രേഖപ്പെടുത്തേണ്ട ദിവസം ഞാൻ പറയുന്നത് സാറേ എനിക്ക് ആദ്യം ഒരു മകനായിരുന്നു. ഞങ്ങൾ സ്കാൻ ചെയ്ത് പോയി ഇതെല്ലാം കണ്ടു. ഇപ്പോൾ സ്കാനിങ് റിപ്പോർട്ടിൽ 3 മാസം
കഴിഞ്ഞപ്പോൾ അത് അബോർഷനായിപ്പോയി. എൻ്റെ പൊന്നുമോൻ്റെ ആ ദുഃഖത്തിൽ ഞാനും അവളും ഇപ്പോഴും അച്ഛനും അമ്മയ്ക്കും അറിയാം, വേറെ ആരെയും അറിയിച്ചില്ല. പക്ഷേ അങ്ങക്ക് എങ്ങനെ എൻ്റെ കൈ നോക്കി ഇത് പറയാൻ പറ്റി എന്നുള്ളതാണ് എനിക്കത് ഭയങ്കര ഇതായിട്ട് തോന്നുന്നു എന്നുള്ളതാണ്. അപ്പം ഒരു സംഭവം. ഇനി ഇതിൻ്റെ മഴവിൽ കുതന്ത്രം എന്താണ്? ഇവൻ മറ്റേ കുട്ടിയോടെ പോയെന്ന് ചോദിക്കുമ്പോൾ ഇയാൾക്ക് പറയാം, മറ്റേ കുട്ടി അങ്ങനെ ഒരു കുട്ടിയൊന്നും ഇല്ല, എനിക്കൊരു മോളേ ഉള്ളൂ എന്ന് പറയുക എന്നിരിക്കട്ടെ. ജ്യോതിഷി പറയാപ്പെടാൻ പോകുന്നില്ല എന്നാണ് ഞാൻ പറയുന്നത്. എനിക്കൊരു മോളേ ഉള്ളൂ എന്ന് പറയും. അപ്പം ഇയാൾ ചോദിക്കും, അടുത്ത മഴവിൽ കുതന്ത്രത്തിൻ്റെ അടുത്ത സ്റ്റെപ്പാണ്, അബോർഷൻ വല്ലതും ഉണ്ടായിട്ടുണ്ടോ ചോദ്യം. അന്നേരം പറയണ അബോർഷൻ എൻ്റെ അറിവിലൊന്നും ഇല്ല, വേണമെങ്കിൽ ഞാൻ വൈഫിനോട് വേണമെങ്കിൽ വിളിച്ച് ചോദിക്കാം എന്നെങ്കിലും പറയുമായിരിക്കും. പറഞ്ഞാണെങ്കിൽ വിളിച്ച് ചോദിച്ചിട്ട് പറയും, ഇല്ല അബോർഷൻ ഒന്നുമില്ല. അവളും പറഞ്ഞു ഒന്നുമില്ല. എന്നാ പറയും, ഒന്നും ഇല്ലേ? ഇല്ലല്ലോ. നിനക്ക് എത്ര വയസ്സായി? ഇവിടെ എനിക്ക് 30 വയസ്സായി. സമയം കിടക്കല്ലേ, അടുത്ത കുട്ടിക്കുള്ള സമയം കിടക്കല്ലേ, പറഞ്ഞു മനസ്സിലായി. അപ്പോ എങ്ങനെ വീണാലും അവൻ 4 കാലിൽ വന്നു നിൽക്കും. അപ്പൊ ഈ പ്രവചനങ്ങളൊന്നും തന്നെ ജ്യോതിഷത്തിലോ കൈനോട്ടത്തിലോ ഉള്ള പ്രവചനങ്ങളൊന്നും തന്നെ തെറ്റാണെന്ന് തെളിയിക്കാൻ സാധിക്കില്ല. കാരണം അത്രമാത്രം വിശാലവും അവ്യക്തവും അതുപോലെ തന്നെ വിരുദ്ധ സാധ്യതകൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളതുമായിട്ടുള്ള ഒരു മാനസികമായിട്ടുള്ള ഒരു പ്രയോഗമാണ്. അതൊരു ടെക്നിക്കാണ്. ആ ടെക്നിക്കിന് മുന്നിൽ അതാണ് നിങ്ങൾ ഒരു ജ്യോതിഷിയും പറയുന്ന കാര്യങ്ങൾ നമുക്ക് ഫലത്തിൽ തെറ്റാണെന്ന് തെളിയിക്കാൻ സാധിക്കില്ല. അത്തരം പ്രസ്താവനകളാണ് ജ്യോതിഷത്തിലും ഇത്തരത്തിലുള്ള എല്ലാ പ്രവചന വിദ്യകളിലും മുന്നോട്ട് വെക്കുന്നത്. മനസ്സിലായില്ലേ? വളരെ അവ്യക്തമായിരിക്കും. ഈ പുസ്തകത്തിൽ താങ്കൾ വ്യത്യസ്ത ആളുകൾക്ക് ഒരേ പ്രവചനം എഴുതി കൊടുത്ത് അവർക്കൊക്കെ അതൊക്കെ ശരിയായി എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അത് ജസ്റ്റ് ഒന്ന് വിശദീകരിക്കാം. അത് പൊതുവിൽ ജ്യോതിഷത്തിൻ്റെ എല്ലാ പ്രവചനങ്ങളെല്ലാം പൊതുവാണ്. ഇത് ആളുകൾ അവർ സ്വയം കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. ഇത് ഫിനിയാസ് ടൈലർ ബർണം എന്ന് പറയുന്ന ഒരു അമേരിക്കൻ മജീഷ്യനാണ് ഇത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ബർണം സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഫോറർ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അത് പഠിച്ചിട്ടാണ് ജ്യോതിഷികൾ പ്രവചനം നടത്തുന്നതെന്ന് കരുതരുത്. അവർ നടത്തിയത് എന്തോ അത് ബർണം ഫോറർ സ്റ്റേറ്റ്മെൻറ്റ് ആണെന്നേ അർത്ഥമുള്ളൂ. ഇത് 12,000 വർഷം ഇവർ ജീവിച്ചിരുന്നത് 19-ാം നൂറ്റാണ്ടിലും 17-ാം നൂറ്റാണ്ടിലൊക്കെയാണ്, 20-ാം നൂറ്റാണ്ടിലും അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിലാണ്. ഉദാഹരണമായിട്ട് ബർണം ജീവിച്ചിരുന്നത് 1810 ആണ് അദ്ദേഹം ജനിച്ചത്. 1891 മരിച്ചു. ഫോറർ 1914, 2000. ഈ സ്റ്റേറ്റ്മെൻറ്റിന് ഒരു പൊതുവായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതു കാര്യങ്ങൾ പറഞ്ഞിട്ട് അത് ആർക്ക് വേണേലും ഇതാവും. ഇപ്പം ഈ ബർണമിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകളുടെ അന്തസ്സത്ത ഉൾക്കൊണ്ടുകൊണ്ട് ഫോറർ ഒരു പ്രൊഫസറായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻസിന് അവരെല്ലാം വിളിച്ചു വെച്ചിട്ട് ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റ് നടത്തി. ഈ പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു പേപ്പറിനകത്ത് എഴുതി കൊടുത്തു എന്തൊക്കെയാണ് കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ചുള്ള. അത് അദ്ദേഹത്തിന് 200ഓളം കുട്ടികളുണ്ടായിരുന്നു. 200ഓളം കുട്ടികൾക്കും അദ്ദേഹം 5 മിനിറ്റ് 10 മിനിറ്റ് സംസാരിച്ചിട്ട് നിങ്ങളുടെ ഭാവി എന്ന് പറഞ്ഞ് എഴുതി കൊടുത്താണ്, നിങ്ങളുടെ വ്യക്തിത്വം എന്ന് പറഞ്ഞു. ഇതിൽ ഈ 200 പേരും അതിനകത്ത് 5-ൽ ഇത്ര മാർക്ക് എന്നിടാൻ പറഞ്ഞു. അത് നിങ്ങളുടെ യഥാർത്ഥത്തിൽ നിങ്ങളുടെ വ്യക്തിത്വമായിട്ട് ഒത്തുപോകുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ പൊതുവായിട്ട് കിട്ടിയ മാർക്ക് എന്ന് പറഞ്ഞാൽ അത് 4.2 മനസ്സിലായില്ലേ? 4.8 കൊടുത്തവരൊക്കെ ഉണ്ട്. കുറഞ്ഞത് 2-ൽ കുറഞ്ഞ മാർക്ക് കിട്ടിയത് 5 പേരേ ഉള്ളൂ. ബാക്കി 195 പേരും 2 മാർക്കിൽ കൂടുതലാണ്. ശരാശരി 4.2 4.3 എന്ന് പറയുമ്പോൾ ഈ 200 പേർക്കും ഇയാൾ ഒറ്റ പ്രവചനമാണ് കൊടുത്തത്. ഈ ഒറ്റ പ്രവചനവും തങ്ങളുടെ ജീവിതവുമായിട്ട് ഒത്തുപോകുന്നതായിട്ട് ഈ 200 പേർക്കും ഏതാണ്ട് 190 പേർക്കും തോന്നി. ആ പ്രവചനം ഇങ്ങനെയായിരുന്നു, ഞാൻ വായിക്കാം. മറ്റുള്ളവരാൽ സ്നേഹിക്കപ്പെടാനും ആദരിക്കപ്പെടാനും വലിയ ആഗ്രഹമുള്ള ആളാണ് നിങ്ങൾ, അല്ലേ? അങ്ങനെ അല്ലാത്തവരുണ്ടോ? ഇല്ല. എങ്കിലും സ്വയം വിമർശനം നടത്തുന്ന പ്രവണതയും നിങ്ങൾക്കുണ്ട്. നിങ്ങൾ സ്വയം വിമർശനം നടത്തുന്നില്ലെങ്കിലും അങ്ങനെ സ്വയം വിമർശനം നടത്തുന്ന ആളാണെന്ന് വേറൊരാൾ പറഞ്ഞാൽ നിങ്ങളത് അംഗീകരിക്കും. മനസ്സിലായി? നമ്മുടെ ധാരണ നമ്മൾ അങ്ങനെ നടത്തുന്നുണ്ടെന്നാണ്. വലിയൊരു പ്രതിഭ നിങ്ങളിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്, എങ്കിലും അതിനിയും തൃപ്തികരമായി ഉപയോഗിക്കാൻ കഴിഞ്ഞില്ലെന്ന് തോന്നൽ നിങ്ങൾക്കുണ്ട്. വ്യക്തിപരമായ ചില ദൗർബല്യങ്ങളും ന്യൂനതകളും ഉണ്ടെന്നത് ശരി തന്നെ, എങ്കിലും അതിനൊക്കെ പരിഹാരം കണ്ട് മുന്നോട്ട് പോകാനും സാധിക്കുന്നുണ്ട്. ലൈംഗിക അച്ചടക്കം പുലർത്താൻ ശ്രമിക്കുന്നത് പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പുറമേ അച്ചടക്കവും ആത്മനിയന്ത്രണവും പ്രദർശിപ്പിക്കുമെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ചിലപ്പോഴൊക്കെ വിഷാദവും അരക്ഷിതത്വബോധവും വേട്ടയാടാറുണ്ട്. ശരിയായ തീരുമാനമാണോ എടുത്തത്, അല്ലെങ്കിൽ ഉചിതമായ രീതിയിലാണോ ചെയ്തത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ പലപ്പോഴും ഗൗരവപരമായ സംശയങ്ങൾ നിങ്ങൾക്കുണ്ടാകാറുണ്ട്. ചില മാറ്റങ്ങളും വൈവിധ്യവും തീർത്തും ആവശ്യമാണെന്ന് കരുതുന്ന നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള നിയന്ത്രണങ്ങളോ തടസ്സങ്ങളോ ഉണ്ടാകുമ്പോൾ വല്ലാതെ അതൃപ്തനാകാറുണ്ട്.
സ്വന്തമായി ചിന്തിക്കുന്ന അല്ലെങ്കിൽ സ്വയം തീരുമാനമെടുക്കുന്ന വ്യക്തിയാണ് താനെന്ന കാര്യത്തിൽ നിങ്ങൾ സ്വയം അഭിമാനിക്കുന്നു. വ്യക്തമായ തെളിവില്ലാതെ ഒന്നും വിശ്വസിക്കാൻ നിങ്ങൾ തയ്യാറാവില്ല. മറ്റുള്ളവരുടെ മുന്നിൽ പൂർണ്ണമായും വെളിപ്പെടുത്തുന്നതും ആദ്യം തന്നെ എല്ലാ രീതിയിലും തുറന്ന് ഇടപെടുന്നതും ബുദ്ധിപൂർവ്വമല്ലെന്ന് കരുതുന്നയാളാണ് നിങ്ങൾ. ബഹിർമുഖത്വവും സൗഹൃദഭാവമുള്ള ഒരു സമൂഹജീവിയായി പെരുമാറുന്ന ആളാണ് നിങ്ങളെങ്കിലും ചില നേരങ്ങളിൽ വളരെ മൗനിയും അന്തർമുഖനും ആശങ്കാകുലനുമായി തീരാറുണ്ട്. താലോലിക്കുന്ന പല മോഹങ്ങളും നടക്കാൻ സാധ്യത കുറഞ്ഞവയാണെന്ന് നിങ്ങൾക്കറിയാം. ജീവിത സുരക്ഷിതത്വത്തിനാണ് നിങ്ങൾ മുന്തിയ പരിഗണന നൽകുന്നത്. ഇത്രയും കാര്യങ്ങളാണ് എഴുതി 200 പേർക്കും കൊടുത്തത്. ഇത് എല്ലാവർക്കും പൊതുവായി വരുന്ന കാര്യങ്ങളല്ലേ? തീർച്ചയായിട്ടും. അവർ 4.8 4.5 മാർക്ക് ഇടുന്നത്, 4.9 മാർക്ക് ഇട്ട് കൊടുത്തു. ഞാൻ അതിനൊരു അഡിഷൻ കൊടുത്തിട്ടുണ്ട്, ഞാൻ വായിക്കാം. വെറുതെ കൗതുകത്തിനായിട്ട് ഞാനുണ്ടാക്കിയ ഒരു ഭരണം സ്റ്റേറ്റ്മെന്റ് ഇതാണ്. സത്യം പറഞ്ഞാൽ അപരിചിതരുമായി ഇടപെടുമ്പോൾ നിങ്ങൾക്ക് പലപ്പോഴും സുഖകരമായി തോന്നാറില്ല, റൈറ്റ്? സൗഹൃദം സ്ഥാപിക്കാൻ കുറച്ച് സമയം വേണം. പക്ഷെ സുഹൃത്തായി കഴിഞ്ഞാൽ സ്നേഹിച്ചു കൊല്ലാനും നിങ്ങൾ പഠിക്കില്ല. പക്ഷെ ശരിയായ സുഹൃത്തുക്കളെ പെട്ടെന്ന് തിരിച്ചറിയാനുള്ള അനിതര സാധാരണമായ ഒരു കഴിവ് നിങ്ങൾക്കുണ്ട്. ചിലരോട് ആദ്യമേ തന്നെ അറിയാതെ വല്ലാതൊരടുപ്പം തോന്നും. ഈഗോയും അഹങ്കാരവുമുള്ള ജന്മങ്ങളെയാണ് സഹിക്കാൻ ഏറ്റവും പ്രയാസം. തന്നെക്കുറിച്ച് പലരും ഇതേ അഭിപ്രായം വെച്ച് പുലർത്തുന്നുണ്ടെന്നും നിങ്ങൾക്കറിയാം, നമുക്കും ഉണ്ടെന്ന്. പൊങ്ങച്ചക്കാരോട് പലപ്പോഴും സഹതാപം തോന്നാറുണ്ടെങ്കിലും നിങ്ങൾ പലപ്പോഴും അറിയാതെ ചെയ്യുന്നതും മറ്റൊന്നല്ല. മനസ്സിലായില്ലേ? ഇത് മഴവിൽ കുതന്ത്രമാണ്. തന്നെ ആരെങ്കിലും അപമാനിക്കുന്നതും താഴ്ത്തി കെട്ടുന്നതും ഒരിക്കലും സഹിക്കാനാവില്ല, ആർക്കും പറ്റില്ല. ഇല്ല. കഴിവിന്റെ അടിസ്ഥാനത്തിൽ തന്നെ മറികടക്കാനാവില്ലെന്ന് ഉറപ്പുള്ള ചില അസൂയാലുക്കളുണ്ട്. അവരാണ് ഏറ്റവും വലിയ ഭീഷണി. അവർ നിരന്തരം തനിക്കെതിരെ ഉപജാപം നടത്തുന്നുണ്ട്. നിർഭാഗ്യവശാൽ അവരിൽ പലരും തന്റെ സഹപ്രവർത്തകരും അടുത്ത ബന്ധുക്കളുമാണ്. അടുക്കും ചിട്ടയും ഇല്ലാതെ സൂക്ഷിച്ചിരിക്കുന്ന ഫോട്ടോഗ്രാഫുകളുടെ ഒരു ശേഖരം നിങ്ങളുടെ പക്കലുണ്ട്. അലസതയാണ് നിങ്ങളുടെ പ്രധാന ശത്രു. ഈ അടുത്തിടെയായി ഓർമ്മക്കുറവും കുറേശ്ശെ ഉണ്ട്. ജീവിതത്തിന്റെ പിന്നെ ശരിയായ സമയത്ത് ശരിയായ തീരുമാനം എടുത്തിരുന്നെങ്കിൽ ജീവിതത്തിന്റെ വ്യാകരണം തന്നെ മാറിപ്പോകുമായിരുന്നു. നഷ്ടപ്പെട്ട അവസരങ്ങളെക്കുറിച്ച് വേദനിക്കുന്നതിൽ അർത്ഥമില്ലെന്നറിയാം, പക്ഷെ പലപ്പോഴും അത് ചെയ്യാതിരിക്കാൻ കഴിയാറില്ല. അന്ത്യമെടുത്തു എന്ന് തോന്നിയ ചില നിമിഷങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അന്ത്യമെടുത്തു, മരിച്ചുപോയി എന്ന് തോന്നിയ ചില നിമിഷങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. വേദന കുറഞ്ഞ മരണമാണ് നിങ്ങളുടെ ആഗ്രഹങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന്. പിന്നെ ഈ സമൂഹത്തിന്റെ പോക്കിൽ നിങ്ങൾക്ക് വലിയ അതിർത്തിയുണ്ട്. പക്ഷെ കാര്യമായി ഒന്നും ചെയ്യാനാവില്ലെന്ന് ഓർക്കുമ്പോൾ വല്ലാത്ത ഇച്ഛാഭംഗവും. ഇതാരെക്കുറിച്ചാണ് ശരിയാകാതിരിക്കാൻ സാധ്യത? ഇല്ല, ഞാൻ തന്നെ 4.8 കൊടുത്തു. ഇങ്ങനെയാണ് പലപ്പോഴും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ കഴിയും. വളരെ പൊതുവായിട്ടുള്ള എല്ലാവർക്കും ആപ്ലിക്കബിൾ ആയിട്ടുള്ള തെറ്റാണെന്ന് തെളിയിക്കാൻ കഴിയാത്ത ഈ ബർണം സ്റ്റേറ്റ്മെന്റ്, ഫോറസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഇതേണക്കുള്ള റെയിൻബോ റൂൾസ്, ഇതാണ് ജ്യോതിഷത്തിലായാലും കൈനോട്ടത്തിലായാലും. ഇന്നലെ ഞാനൊരു കൈനോട്ടക്കാരനെ കണ്ട് ചങ്ങനാശ്ശേരി വെച്ചു. അപ്പോൾ ഞങ്ങൾ പർച്ചേസിന് പോയിട്ട്, അന്നേരം വൈഫും കുട്ടികളും എല്ലാം കൂടെ പർച്ചേസിനായിട്ട് പോയി. അപ്പോൾ ഇയാൾ എൻ്റെ അടുത്ത് വന്ന് 3-4 കാര്യങ്ങൾ പറഞ്ഞതാണ്. സാറ് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ വലിയ താല്പര്യം കാണിച്ചില്ല. അടുത്ത നവംബർ ഈ മാസം സാറിന് ഭയങ്കര നേട്ടം ഉണ്ടാകാൻ പോകുന്നു. അടുത്ത മാസം ഒരു കരാർ അത് സ്ഥിരം നമ്പറാണ്. ഒരു കരാർ ഉണ്ടാകാൻ പോകുന്നു, അതുകൊണ്ട് ഒരുപാട് നേട്ടം ഉണ്ടാകാൻ പോകുന്നു. സാറിൻ്റെ ഭാര്യ ഐശ്വര്യവതിയാണ്, അതുകൊണ്ട് നേട്ടം ഉണ്ടാവും. സാർ കല്യാണം കഴിച്ചിരിക്കുന്നത് പണത്തിന് വേണ്ടി അല്ല. സാർ ആദർശമുള്ള മനുഷ്യനാണ്. സാറിന് ഇങ്ങനെ ജീവിക്കേണ്ട ആളല്ല. ഒരുപാട് നേട്ടം ഇനി വരാനിരിക്കുന്നു. കുറേ കാര്യങ്ങൾ ഈ ജ്യോതിഷികളായാലും പ്രവചനക്കാരായാലും പൊതുവെ എന്ന് പറഞ്ഞാൽ ഈ വിശ്വാസിയുടെ ഈഗോ ഇൻഫ്ലേറ്റ് ചെയ്യാനായിട്ട്, അവനൊരു സംഭവമാണെന്ന് അവനെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ, ഇപ്പോൾ കാഞ്ചേട്ടനൊക്കെ ഞാൻ പറയണം, നിങ്ങൾ ഇങ്ങനെ നടക്കേണ്ട മനുഷ്യനല്ല കേട്ടോ. നിങ്ങളുണ്ട്, സാധനമുണ്ട്, പക്ഷെ നിങ്ങളത് ചെയ്യണം. ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ മാറ്റിത്തരാം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി വിശ്വാസിക്ക് ഭയങ്കര താല്പര്യമാണ്. അവല്ല പച്ചമീൻ വെട്ടുന്നിടത്ത് പൂച്ച എന്നിരിക്കുന്നോണം പറയൂ എന്നുള്ള രീതിയിൽ അവനിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. അല്ലെ, അവൻ്റെ ഈഗോ ഇൻഫ്ലേറ്റ് ചെയ്യണം. ഇനി മറ്റൊന്നുള്ളതാണ് അവനെ പുകഴ്ത്തുക. നിങ്ങളൊക്കെ പറയാം, നിങ്ങളുടെ സ്റ്റാറിൻ്റെ ഒന്നും കുഴപ്പമില്ല കേട്ടോ, നിങ്ങളുടെ കയ്യിലിരിപ്പാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ കയ്യിലിരിപ്പിൻ്റെ കാര്യമൊന്നും പറയണ്ട, നിങ്ങൾ അതിനകത്ത് വല്ലതും ഉണ്ടെങ്കിൽ പറയും. നമുക്ക് ഇഷ്ടമല്ല. നമ്മൾ പൊതുജീവിതത്തിൽ നമ്മൾ എപ്പോഴും കാണുന്നത് ഇപ്പോൾ ദാമ്പത്യ പ്രശ്നത്തിൽ എന്താണ് ചെയ്യുക? ഭാര്യയും ഭർത്താവും. അപ്പോൾ ഭാര്യയെ ഭർത്താവ് കുറ്റപ്പെടുത്തും, ഭർത്താവിനെ ഭാര്യ കുറ്റപ്പെടുത്തും. ഈ ഭാര്യ ഭർത്താവ് ജ്യോതിഷരെടുത്ത് ചെല്ലുമ്പോൾ കളി മാറും. എന്താണ് പറയുന്നത്? നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നമുണ്ട് അല്ലേ? പ്രശ്നമുണ്ട്. ഇയാൾ നോക്കിയിട്ട് ഇങ്ങനെ പറയും, കഴിഞ്ഞ 1 മാസമായിട്ട് ഉറക്കം കുറവാണ്, ഭയങ്കര അസ്വസ്ഥത. ശരിയാണ് ജ്യോതിഷി, ശരിയാണ്.
അപ്പോൾ നമ്മളെ കുറ്റവിമുക്തനാക്കുന്ന ഒരു വ്യക്തിയാണ്, നമ്മളെ പ്രശംസിക്കുന്ന ഒരു വ്യക്തിയാണ്, നമ്മളെ കൊതിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ നമ്മളോട് വലിയ താല്പര്യമുണ്ട്, നമ്മളുടെ കാര്യത്തിൽ വലിയ താല്പര്യമുണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നതിലും എല്ലാ പ്രവചനക്കാരും വിജയിക്കാറുണ്ട്. കാര്യം അവർ ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ യു ആർ വെരി ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ടു ഹിം ഓർ ഹർ എന്നുള്ളൊരു ബോധ്യം ഉണ്ടാകുന്ന രീതിയിൽ സംസാരിക്കും. നിങ്ങൾ വലിയ സംഭവമാണ്, പുകഴ്ത്തുക, കൊതിപ്പിക്കുക. പിന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ ചെറിയ രീതിയിലുള്ള ആശങ്കകളും ഭയങ്ങളും, അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്, ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്, മൊത്തത്തിലൊരു പാക്കേജ് അങ്ങോട്ട് അവതരിപ്പിക്കും. താങ്കൾ പറഞ്ഞു രാജ്യങ്ങൾക്ക് വരെ ജന്മനക്ഷത്രമുണ്ട് എന്ന്. ഇപ്പം പുതുതായി വരുന്ന ഒരു പ്രവണതയാണ് നമ്മുടെ പ്രവാസികൾ ജനിക്കുന്ന കുട്ടികളുടെ ജനന സമയം അവർക്കറിയാവുന്ന രീതിയിൽ രേഖപ്പെടുത്തി ജാതകം എഴുതാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് എഴുതി അയക്കുന്നു. ഇവരെങ്ങനെയാണ് ആ ജാതകത്തെ ഗണിക്കുക? അതുപോലെ മറ്റൊരു പോയിന്റ് കൂടെ ഞാൻ ചേർത്ത് ചോദിച്ചോട്ടെ. നമ്മൾ ജ്യോതിഷ പണ്ഡിതനായ ധർമ്മരാജ് അയ്യരുമായി സംസാരിച്ചപ്പോഴും കഴിഞ്ഞ പ്രാവശ്യം ഈ പുസ്തകത്തിൻ്റെ പകിട 13 എന്ന ഈ പുസ്തകത്തിൻ്റെ പ്രകാശന വേളയിൽ താങ്കൾ ജ്യോതിഷികളുമായി സംവാദത്തിൽ ഏർപ്പെട്ടപ്പോഴും അവർ പറഞ്ഞ ഒരു കാര്യം, നിങ്ങൾ പഠിക്കുന്നില്ല, ആചാര്യന്മാരിൽ നിന്ന് തന്നെയാണ് ഇത് പഠിക്കേണ്ടത്. ഇത് രണ്ടും ഒന്ന് വിശദീകരിക്കാം പ്ലീസ്. ആദ്യം പറഞ്ഞത് മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ഈ ജ്യോതിഷം അനുസരിച്ച് ഗ്രഹനില നോക്കുകയാണെങ്കിൽ ആ സമയത്ത് കുട്ടിയുടെ ജനിച്ച തലയ്ക്കുമീതെ അല്ലേ അവിടുത്തെ ഗ്രഹനില വെച്ച് അവിടെ തന്നെയാണ് എഴുതിപ്പിക്കേണ്ടത്. യഥാർത്ഥത്തിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് അത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമിലോട്ട് ആക്കിയിട്ട് വേറെ ഏതെങ്കിലും പ്രാദേശിക സമയത്തിലോ ആക്കിയിട്ടൊക്കെ ചെയ്യുന്നതും അന്നേരം സമയം ഇങ്ങനെ കൺവേർട്ട് ചെയ്യുന്നതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധ കോമഡിയാണ്. അത് ആളുകളിൽ അവർ ഈ സമയം കൃത്യമായിട്ട് നോക്കിയാണ് ചെയ്യുന്നത് എന്നൊക്കെ പറയാനായിട്ടുള്ള ഒരു ഇതാണ്. സമയവും ഈ സമയം തന്നെ പറയുന്ന ഈ ഇരട്ടകൾ സ്വാഭാവികമായിട്ട് ഒരു സമയത്താണ് ജനിക്കുന്നത്. പക്ഷെ അവരുടെ സ്വഭാവങ്ങൾ പലപ്പോഴും രണ്ട് വ്യക്തിത്വങ്ങളാണ്. ഇനി ഇരട്ടകൾ തമ്മിൽ ജനിക്കുന്നതിൽ ഒരു 5 മിനിറ്റെങ്കിലും വ്യത്യാസം ഉണ്ടെന്ന് പറയാൻ കഴിഞ്ഞേക്കും. പക്ഷേ സയാമീസ് ട്വിൻസിൻ്റെ കാര്യത്തിൽ എന്ത് പറയാൻ പറ്റും? സയാമീസ് ട്വിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരു ഭ്രൂണം രണ്ടായിട്ട് മുറിഞ്ഞ് ഒരേ സമയം ജനിക്കുകയും ഒരേ സമയം പുറത്തു വരികയും ചെയ്യുന്നവരാണ്. ഇപ്പോൾ ലാദൻ ലേയ എന്ന് പറയുന്ന 2 സിസ്റ്റേഴ്സ്, ഇറാനിയൻ സിസ്റ്റേഴ്സ്, അവരൊരു സമയത്ത് ജനിച്ചു. പക്ഷെ അവർ ദേ വാണ്ടഡ് ടു ബി സെപ്പറേറ്റഡ്. അവർ ഒരാൾക്ക് ജേർണലിസം പഠിക്കണം, മറ്റൊരാൾക്ക് നിയമം പഠിക്കണം. ഒരാൾ ഔട്ട് സ്പോക്കൺ ആണ്, ഒരാൾ ഭയങ്കര ഇൻട്രോവേർട്ടാണ്, അധികം സംസാരിക്കാത്ത ആളാണ്. ഒരാൾക്ക് പെട്ടെന്ന് ദേഷ്യം വരും, ഒരാൾ ഭയങ്കര പാസിഫിക്കാണ്. ഒരാൾ നോവലുകൾ ഇഷ്ടപ്പെടുന്നു, വേറൊരാൾ ചെസ് ഇഷ്ടപ്പെടുന്നു. ഇവർക്ക് സെപ്പറേറ്റ് ചെയ്യണം. ഇവർ പരസ്പരം ഒരു ശരീരവും 2 തലച്ചോറും ആയിരിക്കുന്ന അവസരത്തിൽ ഇവർ പിണങ്ങിയിരിക്കുകയാണ് ദിവസം. അവർ 2 ഭിന്ന വ്യക്തികളായിട്ട് അവർ മാറുകയാണ് ഈ ഒരേ സമയത്ത് പറഞ്ഞിട്ട് പോലും. അപ്പം സമയം മാറുമ്പോൾ യഥാർത്ഥത്തിൽ അവരുടെ വ്യക്തിത്വം മാറേണ്ടതാണ്. ഒരിക്കലും ഇരട്ടകൾ ഒരേ സ്വഭാവമുള്ള 2 ഇരട്ടകളില്ല എന്ന് പറയുന്നതോടും ഒരേ സ്വഭാവമോ വ്യക്തിത്വമുള്ള 2 സയാമീസ് ട്വിൻസ് പോലും ഇല്ല. അപ്പം സമയം എന്നൊക്കെ പറയുന്നത് വെറും സമയം കൃത്യമായിരിക്കണം, ആ ഒരു സെക്കൻഡ് മാറിയിൽ അങ്ങോട്ട് പോകുമെന്നൊക്കെ പറയുന്നത് വെറുതെ ആളുകളെ ഭ്രമിപ്പിക്കാനായിട്ട് പറയുന്ന കാര്യങ്ങളാണ്. ഇനി താങ്കൾ പറഞ്ഞത് ഈ പഠിക്കുന്നില്ല എന്ന് പറയും. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഈ വെറുതെ പഠിച്ചാൽ പോരാ, ആചാര്യൻ്റെ അടുത്ത് നിന്ന് പഠിക്കണം. ആരാണ് ഈ ആചാര്യൻ? ഈ ജ്യോതിഷം എന്ന് പറയുന്ന സാധനം മുൻപിൻ നോക്കാതെ വെട്ടി വിഴുങ്ങി വിശ്വാസികളുടെ ഇടയിൽ വൻതോതിൽ പേരും പെരുമയും സൃഷ്ടിച്ച ഒരു അന്ധവിശ്വാസിയാണ് ഈ ആചാര്യൻ. ഈ ആചാര്യരേക്ക് നിങ്ങളെന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാനോ നിങ്ങളെ ക്രിട്ടിക്കലായിട്ടുള്ള തിങ്കിങ്ങോ ഒന്നും അവിടെ അനുവദിക്കില്ല. നിങ്ങൾ അധികം ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ അപ്പോഴേ നിങ്ങളെ പറഞ്ഞു വിടും. അപ്പോൾ ഒരു അന്ധവിശ്വാസിയായിട്ടുള്ള ഒരു പ്രമുഖ വ്യക്തിയുടെ അടുത്തുനിന്ന് പഠിച്ചാൽ നിങ്ങൾ ഒരു അന്ധവിശ്വാസിയായി തീരുമെന്ന് മാത്രമാണ് ഇതിൻ്റെ അർത്ഥം. ഒരു കാര്യം ശരിയാണെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചാൽ മാത്രം ശരിയാകുകയും വിശ്വസിക്കാതിരുന്നാൽ ശരിയാകാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എന്താണ് എൻ്റെ അർത്ഥം? ഞാൻ വിശ്വസിച്ച് ഇപ്പോൾ ബാധ ഒഴിപ്പിക്കുന്ന ഞാൻ എപ്പോഴും പറയാറുണ്ട്. ബാധ ഉണ്ടെന്ന് വിശ്വസിച്ചെങ്കിലല്ല അത് ഒഴിപ്പിക്കാൻ പറ്റൂ. ഒരു നിരീശ്വരവാദിയുടെ ശരീരത്തിൽ നിന്ന് ബാധ ഒഴിപ്പിക്കാൻ സാധിക്കുമോ? ഇല്ല. അതേസമയം ഇതിൽ വിശ്വസിക്കുന്ന ബാധ ഉണ്ടെന്ന് വീട്ടുകാരും പെൺകുട്ടിയും വിശ്വസിക്കുകയാണെങ്കിൽ തിരുമേനിക്ക് വന്ന് ബാധ ഒഴിപ്പിച്ചിട്ട് പോകാൻ പറ്റും. എല്ലാവരും വിശ്വസിക്കണം. വിശ്വസിച്ചാൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല എന്ന് കരുതുന്നത് അത് കപടവിശ്വാസമാണ്, അത് കപടശാസ്ത്രമാണ്. അതിന് യാതൊരു ന്യായീകരണവും സാധൂകരണവും ഇല്ല. നമുക്കിപ്പം ഫോർ എക്സാമ്പിൾ തീ തുപ്പുന്ന വ്യാളി ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. എല്ലാവരും വിശ്വസിച്ചാൽ അങ്ങനെ സാധനം ഉണ്ട്. എവിടെയാ ഉള്ളത്? ഇവിടെയാ ഉള്ളത്. മനസ്സിലായില്ലേ? അതിന് തെളിവില്ല. മഹാസിദ്ധനാണ് ആചാര്യ ഉണ്ണികൃഷ്ണൻ തിരുമേനി. പച്ചവെള്ളത്തിൽ നിന്നും അരണി കടഞ്ഞ് അഗ്നിയെ ഉരുത്തിരിയിരിക്കുന്ന സ്വാമിക്ക്
കേരളത്തിനകത്തും പുറത്തും അതിവിപുലമായ അനുയായി വൃന്ദമുണ്ട്. നാളികേരത്തിൽ സ്വാമി പച്ചവെള്ളമൊഴിച്ചാൽ അഗ്നി സ്വയം അവിടെ പ്രത്യക്ഷപ്പെടും. തേങ്ങ സ്വയം കത്തും. കാരണം പഞ്ചഭൂതങ്ങൾ സ്വാമിയുടെ നിയന്ത്രണത്തിലാണ്. കത്തുന്ന ജ്വാലകളെ സ്വാമിക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. കമണ്ടലുവിലെ ജലം നാളികേരത്തിൽ പതിക്കുന്ന മാത്രയിൽ അത് കത്തിയമരും. തീനാളങ്ങൾ ഉയരും. അഗ്നിയുടെ മാസ്മരികതയിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. പച്ചവെള്ളത്തെ അഗ്നിയാക്കി പരിവർത്തനപ്പെടുത്തുന്നതാണ് തേങ്ങയിൽ തീ പടരാൻ കാരണമെന്നാണ് സ്വാമിയുടെ ശിഷ്യഗണങ്ങളുടെ അഭിപ്രായം. ഏതായാലും നാളികേരം തന്നെത്താൻ കത്തിപ്പടർന്നതോടെ സ്വാമിയുടെ ദക്ഷിണയും വർദ്ധിച്ചിട്ടുണ്ട്. ശരിക്കും ഞാനും നമ്മുടെ പ്രേക്ഷകർ കുറേ അത്ഭുത പരതന്ത്രനായിട്ട് നിൽക്കുകയാണ്. കാരണം ഈ ഒരു സംഭവത്തിന് ഞാൻ ദൃസാക്ഷിയായിരുന്നു. ഒരു മഹാമുനി തൻ്റെ ഭക്തഗണങ്ങളോടൊപ്പം ഇവിടെ അനുഗ്രഹം വാരിച്ചൊരിയുന്ന സംഭവമായിരുന്നു ഇവിടെ അരങ്ങേറിയത്. ശരിക്കും ഭക്തരുടെ ആദികളും വ്യാധികളും ഒരു നാളികേരത്തിൽ ഒതുക്കി ആ ഒരു നാളികേരത്തിൽ ശുദ്ധജലം ഉപയോഗിച്ച് അദ്ദേഹം ആളെ കത്തിച്ചു ഭക്തരുടെ ആദികളും വ്യാധികളും മാറ്റിയ ഒരു അത്ഭുത ദൃശ്യം. അതിന് സാക്ഷിയായി ഞാൻ കൃതാർത്ഥനായിട്ടിരിക്കുകയാണ്. സ്വാമിജി വളരെ കാവ്യാത്മകമായിട്ട് വളരെ നല്ല രീതിയിൽ തേങ്ങ കത്തിച്ചത്, ഭക്തന്മാരെ കയ്യിലെടുത്തത് നിങ്ങൾ കണ്ടു. ഞങ്ങളും കാണിക്കാം. സാർ, ഈ തേങ്ങ ഒന്ന് കത്തിക്കൂ. ഇതിൻ്റെ പിന്നിലുള്ള ചെറിയ രഹസ്യത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് സ്വാമി സാധാരണ പാവപ്പെട്ട ആളുകളെ പറ്റിക്കാൻ ശ്രമിക്കുന്നത്. കപടവേഷധാരിയായ ആ സ്വാമിയുടെ ട്രിക്ക് എന്താണ്? അദ്ദേഹം തേങ്ങയിലേക്ക് പച്ചവെള്ളം ഒഴിച്ചു. തീ പിടിക്കുമ്പോൾ അഗ്നി അണയ്ക്കാനായിട്ടാണ് നാം സാധാരണഗതിയിൽ വെള്ളം ഉപയോഗിക്കാറുള്ളത്. എന്നാൽ ഇവിടെ തിരിച്ച് അഗ്നിയെ കത്തിക്കാനായിട്ട് അദ്ദേഹം വെള്ളം ഉപയോഗിച്ചു. എങ്ങനെയാണ് ഇത് അദ്ദേഹത്തിന് സാധിച്ചത്? ഇത് ആർക്കും സാധിക്കും. വെള്ളം വീണാൽ കത്തുന്ന കെമിക്കൽ ഈ തേങ്ങയിൽ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട്, ശ്രദ്ധിക്കൂ, കെമിക്കൽ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് അതിലേക്ക് വെള്ളം തളിക്കുമ്പോൾ തീ കത്തുന്നു. അല്ലാതെ ഒരിക്കലും ആർക്കും തേങ്ങയിൽ വെള്ളം തളിച്ച് തീ കത്തിക്കൽ സാധ്യമല്ല. കരുതിയിരിക്കുക, ദിവ്യാത്ഭുതങ്ങൾ അസാധ്യമാണ്. ഭാവി പ്രവചിക്കുന്നത് സാമാന്യവും തീയിലൂടെ നടക്കുന്നത് പരിശീലനവും ഭസ്മം സൃഷ്ടിക്കുന്നത് തട്ടിപ്പുമാണ് എന്നുള്ളത് നിർമുക്ത എന്ന വാക്കിനേക്കാൾ ലളിതമാണ്. ഉണരുക, എഴുന്നേൽക്കുക, പ്രവർത്തിക്കുക. ഇവിടെ തപസ്സിനിന്നേരം സത്യത്തിനൊത്തോരു തപമില്ല പോൽ, ആത്മശാന്തി പോലൊരു ബന്ധുവേരില്ല പോൽ, സത്യത്തിനൊത്തോരു തപമില്ല പോൽ, ആത്മശാന്തി പോലൊരു ബന്ധുവേരില്ല പോൽ.